നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ വിശാൽ സാറ്. ഇല്ലെങ്കിൽ അച്ഛൻ അധികകാലം ഉണ്ടാവില്ല, അത് ഉറപ്പാ. നീ വന്നേ. പാവം നല്ല ഉറക്കോ. ഇവിടെ നടക്കുന്നൊന്നും ഒരുപക്ഷെ അച്ഛൻ അറിയുന്നുണ്ടാവില്ല. അച്ഛനെ എല്ലാം അറിയിക്കണം. അച്ഛാ, അച്ഛാ, തനിച്ചായി പോയെന്ന് തോന്നുന്നുണ്ടോ അച്ഛന്? അച്ഛൻ തനിച്ചല്ല കേട്ടോ. അമ്മ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അച്ഛൻ്റെ കൈ പിടിക്കുന്നുണ്ട്. അച്ഛനോട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അമ്മയെ കാണാൻ കഴിയുന്ന ഒരാള് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, പാർവതി. കുറച്ചു മുമ്പ് കൂടി അമ്മ പാർവതിയെ കണ്ടിരുന്നു. അച്ഛൻ്റെ അടുത്ത് നിന്ന് അമ്മ ഇവളെ കാണാൻ ചെന്നിരുന്നത്. അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പാർവതി നോക്കണമെന്നാ പറഞ്ഞത്. അച്ഛൻ ആരെയും നോക്കുന്നേ? അമ്മയാണോ? ഇപ്പൊ ഇവിടെയില്ല. എന്റെ അടുത്ത് വന്നിട്ടാ പോയത്. വിശാൽ സാർ പറഞ്ഞതൊക്കെ സത്യം. അച്ഛനെ പഴയതുപോലെ എഴുന്നേപ്പിച്ച് നടത്താന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. ഇനി എന്റെ ലക്ഷ്യം അതാ. അച്ഛനെ എഴുന്നേപ്പിച്ച് നടത്തണം. അത് സംഭവിച്ചിരിക്കും. പാർവതി ഒറ്റയ്ക്കല്ല കേട്ടോ. പാർവതിയുടെ കൂടെ ഞാനും ഉണ്ടാവും. അച്ഛൻ ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവും. ഓഫീസിൽ കയറിയിരുന്ന പഴയതുപോലെ മാനേജറിനെയും അക്കൗണ്ടന്റിനെയൊക്കെ വരട്ടും. പാർവതിക്കറിയോ, ഈ കാണുന്ന അച്ഛനൊന്നുമല്ല ഓഫീസില്. അവിടെ പുലിയാ പുലി. അച്ഛന്റെ തലവെട്ടം കണ്ടാലേ അവിടെ ആരും ശ്വാസം പോലും വിടില്ല. ഓഫീസിലെത്തിയ അച്ഛനെ എനിക്ക് പോലും പേടിയാ. ദേ, ഈ ചിരിക്കുന്ന കണ്ടില്ലേ? ഈ ചിരി അച്ഛന്റെ ചുണ്ടിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം ചിരിക്കുന്ന അച്ഛനെ കാണാനാ ഗായത്രി അമ്മയ്ക്ക് ഇഷ്ടം. ഗായത്രി അമ്മയ്ക്ക് മാത്രല്ല കേട്ടോ, വിശാൽ സാറിനും എനിക്കും അത് തന്നെയാ ഇഷ്ടം. അമ്മയും അപ്പച്ചിയും മരുന്നും ഫുഡുമായിട്ട് വരുമ്പോ നിങ്ങൾ കൊടുക്കണ്ട, പാർവതി കൊടുത്തോളൂന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അവര് കൊണ്ടു തന്നാലും അവരറിയാതെ പാർവതിയുടെ ഒരു മേൽനോട്ടം ഉണ്ടാവും. അത് പോരെ അച്ഛാ. ഗായത്രി അമ്മയോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അച്ഛനെ പഴയ അച്ഛനാക്കി ഗായത്രി അമ്മയുടെ മുമ്പിൽ നിർത്തിക്കൊടുക്കണമെന്നുള്ളത്. അതിന് അച്ഛനും കൂടി മനസ്സ് വെക്കണം. അതിന് ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയോ? സൂക്കേടുകാരനാണെന്നുള്ള തോന്നൽ ആദ്യം മനസ്സിൽ നിന്ന് എടുത്തു കളയണം. ഞാൻ എഴുന്നേറ്റ് നടക്കാൻ പോവാണെന്ന് എപ്പോഴും മനസ്സിൽ പറയണം. അങ്ങനെ എപ്പോഴും പറയുകയാണെങ്കിൽ അച്ഛൻ പോലും അറിയാതെ അച്ഛൻ ഒരു ദിവസം എഴുന്നേറ്റ് നടക്കും. ഇപ്പൊ അച്ഛൻ സമാധാനായിട്ട് ഉറങ്ങിക്കും. ഞാനുണ്ടാവും അച്ഛന്റെ കൂടെ. ഞാൻ മാത്രല്ല, വിശാൽ സാറും. അച്ഛൻ ഉറങ്ങിക്കോ. പാർവതി, അച്ഛൻ കഴിക്കുന്ന മരുന്ന് അച്ഛനെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിന്റെ വാക്കുകൾ അച്ഛന്റെ ശരീരത്തിന് ബലം കൊടുക്കുന്നുണ്ടാവും.
ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ എവിടെന്നാ പഠിച്ചത്? കരയുന്ന ഗായത്രി അമ്മയുടെ മുഖം ഓർത്തപ്പോ അറിയാതെ നാവിൽ വന്നതാ വിശാൽ സാറേ. ഇനിയും സാറിന് എന്നെ മനസ്സിലായില്ലേ? ഒന്നും അറിയാത്ത വെറും പൊട്ടിയൊന്നും അല്ല ഞാൻ. ഈ പൊട്ടിയോട് എനിക്കെന്തോ വല്ലാത്ത ഇഷ്ടം തോന്നുന്നു. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. പാർവതി, നമസ്കാരം സാർ. നമസ്കാരം. സാർ എന്താ അപ്രതീക്ഷിതമായി ഇങ്ങോട്ട്? പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ ജീവിതത്തിൽ കൂടുതലായി സംഭവിക്കുന്നത്. ഇവിടെ മറ്റു കഥാപാത്രങ്ങളെല്ലാം ഹലോ സാർ. സാറെന്താ ഈ വഴിക്ക്? വഴിതെറ്റി വന്നതൊന്നുമല്ല. ശരിയായ വഴിയിലൂടെയാണ് എന്റെ സഞ്ചാരമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്, വിശ്വാസമുണ്ട്. വിശ്വാസം രക്ഷിക്കട്ടെ. സാറിന്റെ ഈ വരവിന്റെ ഉദ്ദേശമൊന്നും അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വന്നതല്ലെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. വിശാൽ എവിടെ? ഞാൻ വിളിക്കാം സാർ. വേണ്ട, പാർവതി ഇവിടെ നിൽക്ക്. വിശാൽ, ഹലോ സർ. ഹായ്. അല്ല, സാറെന്താ വിശേഷിച്ച്? പറയാം. ജാസ്മിന്റെ ബ്രദർ ജതൻ ഇവിടെ ഇല്ലേ? ഇല്ല, പുറത്തു പോയിരിക്ക. ഞങ്ങൾ തമ്മിൽ ഒരു ദിവസം കണ്ടിരുന്നു. ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ടാവൂല്ലേ? അറിഞ്ഞു. അത് പറയാനാണോ സാർ ഇങ്ങോട്ട് വന്നത്? അതിന് ഒന്നും പറഞ്ഞു തുടങ്ങിയില്ലല്ലോ, ധൃതി വെക്കാതെ. മിസ്റ്റർ വിശാൽ, ഞാൻ മുമ്പ് അന്വേഷിച്ചുകൊണ്ടിരുന്നൊരു കേസ് ഉണ്ടായിരുന്നു. DVSP സാറാണ് ഇപ്പോൾ അത് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ ചില വിവരങ്ങൾ മനസ്സിലാക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ ഈ വരവ്. ഓ, അപ്പോ ഒരു ചോദ്യം ചെയ്യലാണ് സാറിന്റെ ഉദ്ദേശം. ആ പൂക്കളിൽ വിഷം സ്പ്രേ ചെയ്ത് എന്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചത് പാർവതിയാണെന്ന് ഇപ്പോഴാണോ പോലീസ് ഏമാനും മനസ്സിലായത്? ജീവിതത്തിൽ ഒരു മുൻവിധികളും പാടില്ല. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. പാർവതിയോടാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. സാറ് ചോദിക്കണം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാം. പാർവതി മേക്കപ്പ് മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. കൺമഷിയും പൗഡറും പിന്നെ മണമുള്ള സോപ്പ് ഉപയോഗിച്ച് കുളിക്കും. വേറൊന്നും ഉപയോഗിക്കാറില്ലേ? ഇല്ല. അടുക്കളക്കാരിക്ക് എന്തിനാ മേക്കപ്പ്? പൗഡർ പോലും അധിക പറ്റാ. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? പൂക്കളിൽ വിഷം തെളിച്ച് നിങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഒരു സ്ത്രീ തന്നെയാണെന്ന് തെളിഞ്ഞു. കാരണം ആ പൂക്കളിൽ സ്പ്രേ ചെയ്ത കെമിക്കൽസിൽ സ്ത്രീകൾ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മേക്കപ്പ് മെറ്റീരിയലിന്റെ അംശമുണ്ടായിരുന്നു. പാർവതി കൺമഷിയും പൗഡറും മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് അവൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരോട് സാറിന് നേരിട്ട് തന്നെ ചോദിക്കാം. ഇവിടെ അമ്മയുണ്ട്, ജാസ്മിനുണ്ട്, പിന്നെ ഗാർഗി സ്ഥലത്തില്ല. വ്ളോഗർ ആയതുകൊണ്ട് അവൾക്ക് അത് അത്യാവശ്യം. പക്ഷേ എന്നെ കൊല്ലാൻ ഗാർഗി ശ്രമിക്കുമെന്ന് ശത്രുക്കൾ പോലും വിശ്വസിക്കില്ല. വിശാലിന് ആരെങ്കിലും സംശയമുണ്ടോ?
എനിക്ക് ആരെയും സംശയമില്ല. സംശയിക്കേണ്ടത് സാറല്ലേ. ഇനിയിപ്പോ സാറിന് സംശയം തോന്നുന്നവരെ സാറ് ചോദ്യം ചെയ്തു. അപ്പോ പ്രഭാവതി എങ്ങനെ മേക്കപ്പ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അതെ, അതിലൊരു തർക്കവുമില്ല. എന്നെയാണോ സാറിന് സംശയം? ദേ, എന്റെ മകനെ കൊല്ലാൻ ഞാൻ ശ്രമിക്കുമെന്ന് സാറിന് ഉത്തമ ബോധ്യം വന്ന എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഇനി ചോദിക്കാനുള്ളത് ജാസ്മിനോടാണ്. ജാസ്മിൻ, ഇനി അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണല്ലോ. ഞാൻ മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട്, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ചോദ്യം ചെയ്യാതെ സാറ് തെളിവുകൾ ഹാജരാക്കണം. എന്തായാലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ ഞാൻ കൊല്ലുന്നത് എന്തിനാ? മാത്രമല്ല, എന്റെ മേക്കപ്പ് മെറ്റീരിയൽസ് ഞാൻ ലോക്കറിലൊന്നും വെക്കാറില്ല. ആർക്ക് വേണമെങ്കിലും അത് ദുരുപയോഗം ചെയ്യാം. എന്നെ കൊടുക്കാൻ മനഃപൂർവ്വം അത് ആരെങ്കിലും എടുത്തതാണെങ്കിലോ? കറക്റ്റ്. അതാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ വരും, കയ്യിലണിയിക്കാനുള്ള വിലങ്ങുമായി. അപ്പോൾ ഇനിയും കാണാം. സർ ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. വേണ്ട, സൽക്കാരം സ്വീകരിക്കാനായി ഞാൻ വേറൊരു ദിവസം വരാം. ഒരു മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടക്കുമെന്ന് നിന്റെ പപ്പയ്ക്ക് ഞാൻ വാക്കുകൊടുത്തത്. ഇപ്പോഴത്തെ ലക്ഷണം വെച്ച് നോക്കുമ്പോഴേ കതിർ മണ്ഡപം സെൻട്രൽ ജയിലാവുന്ന എന്റെ സംശയം. വിശാൽ, കുറ്റവാളി ജാസ്മിൻ ആണെന്നാണോ നിന്റെ സംശയം? അത് തീരുമാനിക്കേണ്ടയാൾ അന്വേഷണം നടത്തുന്ന ഓഫീസറല്ലേ. സ്വർണ്ണക്കുടം കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ വരും, കയ്യിലണിയിക്കാനുള്ള വിലങ്ങുമായി. അപ്പോൾ ഇനിയും കാണാം. അച്ഛാ, എന്താ മോളെ? അച്ഛന് കഴിക്കാറായില്ലേ? എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛാ. പല്ലവി കഴിച്ചോ മോളെ? അതിനവളിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? അവളെവിടെ പോയി? സുരഭിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയതാ. പ്രാതൽ പോലും കഴിച്ചിട്ടില്ല. ഇത്ര കാലത്തെ എന്തിനാ പോകുന്നെന്ന് ചോദിച്ചതാ ഞാൻ. മറുപടി ഒന്നും പറഞ്ഞതുമില്ല. എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് അവളുടെ പെരുമാറ്റത്തില്. അതൊക്കെ മോൾക്ക് വെറുതെ തോന്നുന്നതാ. അവള് വീട്ടിൽ അടങ്ങിയിരിക്കാതെ കൂട്ടുകാരികളുമായി കറങ്ങി നടക്കുന്നത് നിനക്കിഷ്ടമല്ല, അതാ കാര്യം. ഇഷ്ടക്കേട് കൊണ്ടൊന്നല്ല അച്ഛാ, പേടിയാ. ആ തലതെറിച്ചവള് എന്തൊക്കെ ഒപ്പിച്ചു വെക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അവളുടെ സ്വഭാവം എന്നേക്കാൾ കൃത്യമായിട്ട് അച്ഛനറിയാലോ. ആ ഇതാ വരുന്നുണ്ട്. മുത്തശ്ശ, മോളെവിടെ പോയിരുന്നു? എന്റെ മുത്തശ്ശ, പട്ടണത്തിലെ തുണിക്കടകളൊക്കെ ഉണ്ടല്ലോ, ഒരു അത്ഭുത ലോകം തന്നെയാ. എന്തൊക്കെ ഫാഷനിലുള്ള തുണിത്തരങ്ങളാ അവിടെ. എന്തെടുക്കണോന്നറിയാതെ അന്തം വിട്ട് നിന്നുപോയി. അത് ശരി, അതിന്റെ ഭാഗമാണോ നിന്റെ കയ്യിലുള്ളത്?
വാങ്ങിയിട്ടില്ലേ അമ്മേ? ഇതെവിടുന്നാ? പട്ടണത്തിലെ തുണിക്കടയിൽ നിന്ന് വാങ്ങിയതാ. പട്ടണത്തിലെ തുണിക്കടയിൽ നിന്ന് വാങ്ങിയതോ? നീ അതിന് പട്ടണത്തിൽ പോയോ? ആരോട് ചോദിച്ചിട്ടാ പോയേ? സുരഭി അവളുടെ ചേട്ടനും കൂടെ പോയായിരുന്നു. എന്നോട് കൂടെ വരുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ പോയതാ. അമ്മയോട് പറഞ്ഞാ സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ടാ പറയാതെ പോയത്. ഈ കാര്യം ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞിരുന്നു, ഓർമ്മയില്ലേ? ഇത്രയും വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ പണമൊക്കെ എവിടുന്നാ കിട്ടിയേ? അതാ എനിക്ക് അറിയേണ്ടത്. അതെന്തിനാ അമ്മ അറിയുന്നത്? ഞാനല്ലാതെ വേറെ ആരാ ഇതൊക്കെ അറിയേണ്ടത്? എനിക്കറിയണം. പറ, പണം എവിടുന്നാ കിട്ടിയേ? മോളെന്താ ഒന്നും പറയാത്തെ? അമ്മ ചോദിച്ചത് കേട്ടില്ലേ? അത് മുത്തശ്ശ. മുത്തശ്ശനെ കൂട്ടിപ്പിടിക്കണ്ട, സത്യം എനിക്കറിയണം. വിപിൻ സാറ് തന്നതാ. വിപിനു എന്തിന്? വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ പണം വേണമെന്ന് ഇവൾ അവനോട് ചോദിച്ചു കാണും. കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാനായിട്ട് എന്നാടി നിനക്ക് തിരിച്ചറിവുണ്ടാവുന്നത്? ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. ചോദിക്കാതെ നിനക്ക് പൈസ തരാൻ അവൻ എന്താ വട്ടുണ്ടോ? സത്യം പറയാനാ പറഞ്ഞത്. എന്റെ ദേവി, എന്തൊക്കെയാ ഇവളീ കാണിച്ചു കൂട്ടുന്നത്? നിന്നെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് എത്ര വട്ടം ഞാൻ പറഞ്ഞു. മോളെ, മോളെ, വേണ്ട, നിക്ക്. ഞാൻ അവളോട് ചോദിക്കാം. മോള് പറയേ, വസ്ത്രം വാങ്ങാൻ അവൻ എന്തിനാ നിനക്ക് പണം തരുന്നത്? വസ്ത്രം വാങ്ങാൻ തന്നതൊന്നും അല്ല മുത്തശ്ശ. ഉത്സവത്തിന് വിപിൻ സാറിന്റെ ഫോട്ടോ ഫ്ലെക്സ് വെക്കാൻ തന്നതാ. മിച്ചം വന്ന പൈസക്കാ ഞാൻ ഇതൊക്കെ വാങ്ങിയത്. അല്ലാതെ ഈ അമ്മയ്ക്ക് എന്നെ എപ്പോഴും സംശയം. പല്ലവി, എടി, അവളുടെ ഈ പോക്ക് കാണുമ്പോ എനിക്ക് നല്ല പേടി തോന്നുവച്ചാ. അംബികെ, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വൃത്തിയായി ചമഞ്ഞ് പുത്തൻ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നടക്കണമെന്ന് തോന്നും. അത് അവരുടെ കുറ്റമല്ല. ഈ കാര്യം അന്നവൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ഉത്സവകാലത്ത് ദേവിക്ക് സമർപ്പിക്കുന്ന ധാരാളം പട്ടുസാരികൾ ലഭിക്കും. പക്ഷേ അവള് സാരി ഉടുക്കേണ്ട പ്രായമായില്ലല്ലോ. അച്ഛൻ അവൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. വിശാലിന്റെ അനിയനോട് അവള് പണം ചോദിക്കുന്നത് ശരിയാണെന്നാണോ അച്ഛൻ പറയുന്നത്? ഇതില് ശരിയുടെയും തെറ്റിന്റെയും കാര്യമൊന്നുമില്ല. മറ്റൊരാവശ്യത്തിന് വാങ്ങിച്ച പൈസയില് മിച്ചമുള്ളത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട 1-2 വസ്ത്രങ്ങൾ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ബിബിനെ പറ്റിച്ച് വാങ്ങിച്ച ഒന്നുമല്ല. ഏത് കാര്യത്തിനും 2 വശങ്ങളുണ്ട്. ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം ഉണ്ടാവണ്ട. നീ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക. അപ്പൊ അച്ഛനൊന്നും കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം. ആദ്യം അവൾക്ക് എന്തെങ്കിലും കൊടുക്ക. ചെല്ലേ. അറസ്റ്റിന് മുന്നോടിയായിട്ടുള്ള മൊഴിയെടുപ്പായിരുന്നു സിഐയുടെ ലക്ഷ്യം. ഞാനൊന്നും മിണ്ടാതെ നിന്നത് മനഃപൂർവ്വം. അറിയാതെ പോലും എന്റെ നാവിൽ നിന്നൊരു പാഴ്വാക്ക് വീഴാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. സെൻട്രൽ ജയിലിൽ മണ്ട പൊരുക്കേണ്ടി വരുന്നൊക്കെയാ വിശാല് പറഞ്ഞത്. അതിന്റെ അർത്ഥം എനിക്ക് എന്ത് സംഭവിച്ചാലും അയാൾ എന്റെ കഴുത്തില് താലി കെട്ടുമെന്നല്ല, ഞാൻ ഉറപ്പായും അറസ്റ്റ് ചെയ്യപ്പെടുന്നു തന്നെയാ. നീ എന്തിനാ ജാസ്മിൻ ഇങ്ങനെ പേടിക്കുന്നത്? നീ കൃത്യം ചെയ്തിട്ടില്ലെന്ന് കോടതിയിൽ തെളിയിക്കാൻ നീ പറഞ്ഞ ഐഡിയ മാത്രം മതി. കൃത്യം ചെയ്തയാള് നിന്നെ പ്രതിയാക്കാൻ വേണ്ടി നിന്റെ മേക്കപ്പ് സാധനങ്ങളിൽ നിന്ന് ഒരല്പം എടുത്ത് ആ പൂക്കളിൽ തൊട്ടുവെച്ചു. അങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയോ? കോടതിയിൽ അത് പ്രൂവ് ചെയ്യണ്ടേ? നമ്മൾ ഇവിടെ ചിന്തിക്കുമ്പോഴേ പാർവതിയും ഗാർഗിയും അതിനപ്പുറം കടന്ന് ചിന്തിക്കും. അതിനാ വിശാലിന്റെ സപ്പോർട്ടും ഉണ്ടാവും. ഞാൻ മാത്രമല്ല അറസ്റ്റ് ചെയ്യപ്പെടുക, ഏട്ടൻ കൂട്ടുപ്രതിയായിരിക്കും. നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാലേ പ്രഭാവതി ആന്റി സുശീൽ ആന്റിയും തിരിഞ്ഞു നോക്ക പോലുമില്ല. കോടീശ്വരാവാൻ വന്നിട്ട് കിട്ടുന്നതോ ഗോതമ്പുണ്ട.
രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേട്ടാ. ജയയെ കൊന്നതിന്റെ കലിപ്പുണ്ട് അരവിന്ദിന് നമ്മളോട്. ഒരറ്റത്തിന്ന് നമ്മൾ കുരുക്കൾ അഴിക്കുമ്പോ മറ്റേ അറ്റത്ത് അയാൾ കുരുക്കുകൾ കൂടുതൽ മുറുക്കും. മാക്സിമം തെളിവുകൾ നശിപ്പിക്കുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എങ്ങനെ? ഏട്ടൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? നീ ആ പാർവതിയുടെ മുറിയിൽ മറന്നു വെച്ച മേക്കപ്പ് മെറ്റീരിയൽ ആദ്യം തിരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അത് അപകടമാണ്. ഈ വീട്ടിൽ നിന്ന് പോവേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അത് സെൻട്രൽ ജയിലിലേക്കാണെങ്കിലും നമ്മുടെ വീട്ടിലേക്കാണെങ്കിലും ഇവിടെ ഉള്ളതെല്ലാം കത്തിച്ച് ചാമ്പലാക്കിയിട്ടേ നമ്മൾ പോവും. ഒരാള് പോലും ഇവിടെ ജീവനോടെ ഉണ്ടാവരുത്.